അപ്പോഴേ നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം മുതലപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കടലാണ്, കണ്ടല്ലോ, കടലും കായലും കൂടെ വേർതിരിക്കുന്ന ഒരു പ്ലേസും കൂടാണിത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതലപ്പുഴയിലുള്ള കടലാണ്. കണ്ട, അലയടിച്ച് വരുന്നത് കാണാമല്ലോ, ഭയങ്കരമായിട്ട് തിരമല അടിച്ച് വരുന്നുണ്ട്. ഇത് വന്ന് കടൽ. ഓക്കെ, അപ്പോൾ ഇങ്ങപ്പുറത്ത് നിങ്ങളെ കാണിക്കുക, ഇത് കായലാണ്. കണ്ടല്ലോ, കായലും കടലും കൂടെ ഒരുപോലെ ഒരുമിക്കുന്ന സ്ഥലവും അതുപോലെ വേർതിരിച്ചിരിക്കുന്ന സ്ഥലം കൂടെയാണ്. അപ്പം നിങ്ങൾക്കത് കാണാം. ഈ കടലിനെയും കായലിനെയും കൂടെ നടുക്കൂടെ വേർതിരിച്ച് രണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമായിട്ട് നമുക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര വലുതാണ് സഹോദരങ്ങളെ. ഓ, ചുമ്മാ ആണോ സമുദ്രം എന്നൊക്കെ പറയുന്ന മഹാസമുദ്രത്തെ ദൈവം സൃഷ്ടിച്ച വിധങ്ങളൊക്കെ എത്ര വലുതാണ്. നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് കായലാണ്. ഉണ്ടല്ലോ, കായലിനെ വേർതിരിച്ചിരിക്കുകയാണ് ഈ ഭാഗത്തുള്ളത്. കണ്ടോ, ഇതാണ് കായൽ. അതെ, അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കായലും അങ്ങേപ്പുറത്തുള്ളത് കടലുമാണ്. അപ്പം നിങ്ങൾക്ക് ആ കടലിൻ്റെ കാഴ്ചയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ വന്ന കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. കണ്ടല്ലോ, തിരമേല നിരത്തൊക്കെ നിൽക്കുന്നുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കണ്ടോ, അലയടിച്ച് വരുന്നത് കണ്ടോ. ആഹാ, എത്ര മനോഹരമായിരിക്കുന്നൊരു കാഴ്ച. എൻ്റെ കർത്താവിന് നന്ദി. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. കണ്ടോ, പിന്നെ ഇവിടെ വേറെ പ്രത്യേകതയുള്ളത് മഴയാണ്. മഴ വരുന്ന പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എങ്കിലും കുറച്ചൊക്കെ കണ്ടിട്ട് പോകുന്ന വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കാഴ്ചകളൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നും എൻ്റെ സഹോദരങ്ങളെ. കണ്ടല്ലോ, കണ്ടോ, തിരമല അടിച്ചു വരുന്ന ഭാഗങ്ങളാണിതൊക്കെ. കണ്ടോ, ഇതിപ്പോൾ കണ്ടല്ലോ, ഇത് കടലാണ്. പിന്നെയും ഞാൻ കാണിക്കാം, കടലാണ് നമ്മളീ കാണുന്നത്. കടൽ ഇങ്ങപ്പുറത്ത് കാണുന്നത് കായലും കൂടാണ്. ഓക്കെ, ഇതാണ് കായലിൻ്റെ കാഴ്ചകൾ. കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നു. ഇതാണ്. അപ്പോൾ ഇതാണ് മുതലപ്പുഴ. ഇനി മുതലപ്പുഴ എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടില്ല എന്ന് പറയരുത്. അപ്പം ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയണം. ഇതുപോലുള്ള നല്ല പ്ലേസിലൊക്കെ കാണാൻ ദൈവം എനിക്കൊരു ചാൻസ് തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. സോ ഇനിയും നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. ഞാൻ നിങ്ങളുടെ സ്വന്തം റോസ്ലിൻ സുരേഷ് ഫ്രം ഹീറോ.